ഹലോ ഗായ്സ്, ലെറ്റ്സ് പ്ലേൻ്റെ 31ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ചെയ്യാൻ പോണത്, അതിന് മുന്നേ ഇന്ന് നമ്മൾ 500 ദിവസമായിട്ടുണ്ട് നമ്മൾ ഈ വേൾഡ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോണത്, നമ്മൾ ഐറ്റംസൊക്കെ നമ്മൾ നെതറൈറ്റ് ആക്കാൻ പോവുകയാണ്. നമ്മളെ കംപ്ലീറ്റ് ആർമറും അതുപോലെ തന്നെ ടൂൾസും നമ്മൾ നെതറൈറ്റ് ആക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വൂളും പിന്നെ നമുക്ക് വുഡൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ സർക്കിൾ ബോക്സ് എടുക്കുന്നുണ്ട് നമ്മളെ. പിന്നെ ഇവിടുത്തെ ഒരു സർക്കിൾ ബോക്സ് കൂടി ഉണ്ട്. ഇതിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട്, നമുക്ക് എടുത്ത് ഈ പെട്ടിയൊക്കെ ആക്കി വെക്കാം. അപ്പോൾ ഒരു പെട്ടി ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ട് വരാം. ആവശ്യത്തിനുള്ള ചെസ്റ്റ് നമ്മളെ പെട്ടിയിൽ തന്നെ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ഐറ്റംസ് ഇതിലേക്ക് എടുത്ത് വെക്കാം. ഇന്ന് സെറ്റ് ചെയ്യട്ടെ. അതങ്ങനെയൊക്കെ പെട്ടിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പെട്ടി ഈ നടുക്ക് തന്നെ വെക്കാൻ കാരണം ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ പൊട്ടിച്ച് മാറ്റുള്ളൂ, അല്ലെങ്കിൽ കാലാകാലം ഏതെങ്കിലും മൂലമൊക്കെ വെച്ച് അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ പെട്ടെന്ന് പൊട്ടിച്ച് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തന്നെ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സർക്കിൾ ബോക്സ് കൂടി പൊട്ടിച്ചെടുക്കാം. നമുക്ക് നെതർക്ക് പോകുന്നതിന് മുന്നേ നമ്മളെ ഇൻവെൻട്രി ഒന്ന് ക്ലീൻ ആക്കി വെക്കണം. ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം എടുത്താൽ മതി, പെട്ടെന്ന് നമ്മളെ ഇൻവെൻട്രി ഫുള്ളാവും. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് ജസ്റ്റ് എന്തെങ്കിലും ആവശ്യം വരും. ഒരു 28 കൈക്ക് വെച്ചിട്ട് നമ്മൾ ഇൻവെൻട്രി അങ്ങനെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മളെ ബോ ഏകദേശം പൊട്ടാനായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ മെൻഡിങ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേറൊരു ബോ വെച്ചിട്ട് ആൻവിൽ വെച്ചാൽ നമുക്ക് അതൊന്ന് മെൻഡായി കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഒരു ബോയും കൂടിയും ക്രാഫ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ ആവശ്യത്തിനുള്ള സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോ ക്രാഫ്റ്റ് ചെയ്യാം. ഇനി നമുക്കിത് നോക്കാം എത്ര ലെവൽ വേണ്ടി വരുമെന്ന്. ഏകദേശം നമുക്ക് 33 ലെവൽ വേണം. നമുക്കിതൊന്ന് മെൻഡായി കിട്ടും. നമ്മളെ കയ്യിൽ എന്തായാലും അത്രയും ലെവൽ ഇപ്പം ഇല്ല. അപ്പോൾ നമുക്ക് ഹാൻഡ് അതുപോലെ തന്നെ ബോയ് നമ്മളെ കൈ തന്നെ വെക്കാം. നമുക്ക് ലെവൽ എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിൽ അതിക്ക് മെൻഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമുക്ക് ഫോർച്യൂൺ വിക്കാസ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അഥവാ നമ്മൾ ലാവയിൽ എവിടെയെങ്കിലും പോയി വീണാൽ അത് നമുക്ക് പോവും. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് റയർ വെക്കുന്ന പെട്ടിയിൽ കൊണ്ടുപോയി വെക്കാം. ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ഉറങ്ങി വെച്ചിട്ട് വരാം. ഇനി നമുക്ക് കുറച്ച് ഗോൾഡ് എടുക്കാം. നമ്മൾ പിഗ്ലിൻസിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല നമുക്ക് എന്തെങ്കിലും കിട്ടിയാലേ യൂസ് ആവും. എന്ന് വെച്ചാൽ നമുക്ക് ഫയർ റെസിസ്റ്റ് പോർഷനൊക്കെ കിട്ടിയാൽ നമുക്ക് എന്തായാലും യൂസ് ആവും. അപ്പോൾ എന്തായാലും ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഗോൾഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇന്നൊരു ബാസ്റ്റ്യം കണ്ടുപിടിക്കണം. എന്നാലേ നമുക്ക് നെതറൈറ്റ് അപ്ഗ്രേഡ് കിട്ടുള്ളൂ. അതുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ആർമറും ടൂൾസൊക്കെ നെതറൈറ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടുപിടിക്കണം. പിന്നെ കുറച്ച് ടെമ്പററി ബ്ലോക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് ആവശ്യമായിട്ടുള്ളത് കുറച്ച് വൂളാണ്. നമുക്ക് വൂൾ എടുക്കണം. അപ്പോൾ നമ്മൾ അതൊന്ന് കളക്ട് ചെയ്യട്ടെ. നമ്മൾ ബെഡ് മൈനിങ് ആണ് ചെയ്യാൻ പോണത്. ആണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് നമ്മളെ കയ്യിൽ ഇപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട്. കാരണം നമുക്ക് TNTയും കാര്യങ്ങളൊന്നും ഒപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൺ പൗഡർ നമുക്ക് ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് സാൻഡും കാര്യങ്ങളൊക്കെ കുറവാണ് കിട്ടുന്നത്. സാൻഡ് മൈനായാലും അങ്ങനെ അധികം പോയിട്ടില്ല. അപ്പോൾ നമുക്ക് സാൻഡ് കുറവാണ്. പിന്നെ നമ്മളെ കയ്യിൽ വൂളും ആവശ്യത്തിന് ഏറെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ബെഡ് മൈനിങ് തന്നെ ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ ഫാമത്തെ എല്ലാ വൂളും എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഫാം ഉണ്ടാക്കിയതിന് ശേഷം ഇതിൽ നിന്ന് വൂളൊന്നും കളക്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഫസ്റ്റ് ടൈമാണ് നമ്മൾ വൂൾ കളക്ട് ചെയ്യണത്. ഈ ശർക്കർ മൊത്തത്തിൽ നമ്മൾ വൂൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം നമുക്ക് 4 ശർക്കർ ബ്രോസോളം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പോണതിന് മുന്നായിട്ട് നമുക്ക് കുറച്ചുകൂടി ഫുഡ് റീഫിൽ ചെയ്ത് വെക്കാം. നമുക്ക് എന്തായാലും ഫുഡിന് നല്ല ആവശ്യം വരും. ഒന്നാമത് ലാവയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട്. അപ്പോൾ നമ്മൾ ബ്രെഡ് എടുത്തിട്ടുണ്ട്. എന്തായാലും ബ്രെഡ് നമുക്ക് എടുക്കണ്ട. നമ്മുടെ കയ്യിൽ കുറച്ച് ബ്രെഡ് ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് സ്റ്റേക്ക് എടുക്കാം. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഹീലാവും നമ്മളെ ഹെൽത്ത്. അതിനുകൊണ്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് റോക്കറ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ചുകൂടി റോക്കറ്റ് നമുക്ക് റീഫിൽ ചെയ്ത് വെക്കാം. അപ്പോൾ തന്നെ ലെവൽ 1 എടുക്കണതാവും ഒന്നുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക. നമുക്ക് നെതറിൽ പറക്കാൻ അത്രയ്ക്കും സുഖമുള്ള കാര്യമില്ല. അതുകൊണ്ട് ലെവൽ 1 എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ പറക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി തട്ടി നല്ല ഡാമേജ് എടുക്കും പെട്ടെന്ന്. നമ്മൾ കുറച്ച് ഒബ്സിഡിയൻ എടുക്കുന്നുണ്ട്. അഥവാ നമ്മൾ എവിടെയെങ്കിലും പെട്ടുപോയാൽ നമുക്ക് ഹോർ വേൾഡിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഒബ്സിഡിയൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് നെതർക്ക് പോയിട്ട് നമുക്ക് നെതറൈറ്റ് മൈനിങ് തുടങ്ങാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നെതർക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ വുഡ് എടുത്തിട്ടില്ല. അതും കൂടി ഒന്ന് പെട്ടെന്ന് എടുക്കട്ടെ. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ശർക്കർ ബോക്സ് ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള വുഡും കൂടി കളക്ട് ചെയ്ത് വെക്കാം. നമ്മളെ വുഡ് എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. നമ്മളെ ഈ വുഡ് ഫാമിൽ ആവശ്യത്തിനുള്ള വുഡും ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് എടുക്കാം. എന്നിട്ട് നമ്മളെ ശർക്കർ ബോക്സിൽ നിറച്ച് വെക്കാം. ഇപ്പോൾ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും എടുക്കാനില്ല. എല്ലാ സംഭവങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ശർക്കർ ബോക്സും അതുപോലെ തന്നെ വൂളും പിന്നെ ടെമ്പററി ബ്ലോക്ക് ഗോൾഡ് പിന്നെ നമുക്ക് പുറത്ത് പോകാനായിട്ട് ഒബ്സിഡിയൻ കാര്യങ്ങൾ എല്ലാം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുഡും ഉണ്ട്, റോക്കറ്റും ഉണ്ട്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും എടുക്കാനില്ല. അപ്പോൾ ഇനി നമുക്ക് നേരെ നെതർക്ക് പോയി കയറാം. അങ്ങനെ നമ്മൾ കാലങ്ങൾക്ക് ശേഷം പിന്നെ നെതർക്ക് കയറാൻ പോവുകയാണ്. കുറേ കാലമായി നെതർക്കൊക്കെ പോയിട്ട്. അതുപോലെ തന്നെ നമ്മൾ നെതറിൽ വേറെ ബിൽഡും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ നെതർക്ക് കയറുന്നത് പറ്റ കുറവാണ്. ഇനി കുറച്ച് ബിൽഡും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് നെതറിൽ. അപ്പോൾ നമുക്ക് വൈ ലെവൽ 15ക്ക് എത്തണം. ആ ഭാഗത്തായിട്ടാണ് അധികം ഇവനെന്താ അവിടെ നിൽക്കുന്നത്.
അപ്പുറത്ത് പോയി. ഇനി അവനെ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നെതറൈറ്റ് കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമുക്ക് നെതറൈറ്റ് അപ്ഗ്രേഡ് കിട്ടണം. അപ്പോൾ അതിന് നമുക്ക് ഒരു ബാസ്റ്റൻ കണ്ടുപിടിക്കണം ആദ്യമായിട്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കി പോവാം. ഇവിടെ കുറച്ച് പെഗ്ലിൻസ് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗോൾഡ് ഒന്ന് ട്രേഡ് ചെയ്ത് നോക്കാം. നമുക്ക് ഫയർ റെസിസ്റ്റ് പോഷൻ കിട്ടുമെന്നൊക്കെ നോക്കാം. മറ്റവനക്ക് നമുക്ക് ഒരു ഗോൾഡ് കൂടി ഇട്ട് കൊടുത്ത് നോക്കാം. അവന് വന്ന് എടുത്തോളും. അടുത്ത ആൾ വരുമ്പോൾ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇവനെന്തെടുക്കാം? അയ്യോ ഇടാ, ഇത് പിക്കാസ്. ഞാൻ അറിയാതെ പിക്കാസ് പിടിച്ചിട്ടാണ് ക്യൂ നോക്കിയത്. അറിയാതെ ഡ്രോപ്പായി ചെയ്ത്. അതുപോലെ തന്നെ എൻ്റെ ചെസ്റ്റ് പ്ലേറ്റ് അവിടെ കിടക്കുന്നുണ്ട്. അത് അവൻ എടുത്തിടണീന് മുന്നേ നമുക്ക് പോയി എടുക്കണം. അല്ലെങ്കിൽ അവനെടുത്ത് എൻ്റെ ചെസ്റ്റ് പ്ലേറ്റ് നല്ല ഡാമേജ് ഉണ്ട്. ഇവന്മാരൊക്കെ ഒന്ന് പെട്ടെന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. ചെസ്റ്റ് പ്ലേറ്റ് എടുത്താണ് നമ്മൾ കൈ തന്നെ വെക്കാം. അറിയാതെ ഇത് പിടിച്ചുകൊണ്ടാണ് ക്യൂ നോക്കിയത്. ഞാൻ ഗോൾഡുള്ള രീതിയിലാണ് ക്യൂ നോക്കിയത്. നെതർലാൻഡിനെ കയറി ശീലമില്ലാത്തതുകൊണ്ട് നല്ല പേടി ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഗോൾഡുള്ള രീതിയിലാണ് ക്യൂ നോക്കിയത്. ഇതുപോലെ കഴിക്കുന്ന സാധനങ്ങൾ പോവുകയാണ് അറിയാതെ. ഇവനാണെങ്കിൽ എടുക്കണമില്ല. എനിക്ക് തോന്നുന്നു നമ്മളതിൽ തോൺസ് ഉണ്ടായതുകൊണ്ട് നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇവർക്കും ഡാമേജ് എടുക്കും. പിന്നെ അവന്മാർ ഗോൾഡൊന്നും എടുക്കില്ല തോന്നുന്നുണ്ട്. ഇല്ല, ഗോൾഡ് എടുക്കണില്ല. നമ്മളതിൽ ടേൺസ് ഉണ്ടായതുകൊണ്ട് തോന്നുന്നുണ്ട്. ഇനി ഇവൻ എന്തായാലും നമുക്ക് ഡ്രോപ്പ് ഒന്നും തരാൻ പോകണില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇവനെ തീർക്കാം. വെറുതെ ഇവിടെ നിർത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാൻ തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും പിഗ്ലിൻസിന് കിട്ടുമോ നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ബാസ്റ്റൻ കണ്ടുപിടിക്കണം. അങ്ങനെ നമുക്കൊരു ഫയർ റെസിസ്റ്റൻറ്റ് പോഷൻ കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊക്കെ തോന്നുന്നു 3 മിനിറ്റാണ് തോന്നുന്നുണ്ട്. നമുക്കതിനായി കിട്ടിയിട്ടുണ്ട്. 3 മിനിറ്റാണ് ഉള്ളത്. ഇനി നമുക്ക് ഗോൾഡ് കൊടുത്തു നോക്കാം. ഇവനെന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ ഇവൻ്റെ കയ്യിൽ നിന്ന്. ഇവന്മാരെ കയ്യിൽ നിന്ന് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് എൻട്രപ്പിളും കിട്ടും. അതും ഒരു നല്ല സംഭവം തന്നെയാണ്. അയ്യോ, ഇവൻ അറ്റാക്ക് ചെയ്ത്. ഇനി നമുക്ക് ഗോൾഡ് കൊടുക്കാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞത് തോൺസ് ഉണ്ടായതുകൊണ്ട് ഇവന്മാർ ഒരിക്കൽ അറ്റാക്ക് ചെയ്താൽ പിന്നെ ഇങ്ങനെ നമ്മൾ അറ്റാക്ക് ചെയ്തുകൊണ്ട് നിൽക്കും. പിന്നെ ഇവന്മാർ ഗോൾഡ് ഒന്നും എടുക്കണില്ല. ഇപ്പം എന്തായാലും ഇവന്മാരെ തീർക്കണ തന്നെയാണ് നമുക്ക് നല്ലത്. ഇനി നമുക്ക് കിട്ടിയ സാധനങ്ങളായിട്ട് നമുക്ക് അടുത്ത ബാസ്റ്റൻ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പോവാം. അങ്ങനെ നമുക്ക് ബാസ്റ്റൻ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ ഏതെങ്കിലും ചെസ്റ്റിൽ നെതറൈറ്റ് അപ്ഗ്രേഡ് ഇരിക്കുന്നുണ്ടാവും. പക്ഷേ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഇതിനകത്തുള്ള ബ്രൂട്ട് നല്ല ഡേഞ്ചറാണ്. അപ്പോൾ നമുക്കതൊന്ന് നോക്കിയിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അവന്മാർക്ക് നല്ല രീതിക്ക് ഹെൽത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ അവരുടെ കയ്യിൽ ആക്ഷൻ ഉണ്ടാവുക. അപ്പോൾ ഒറ്റ അടി ഉണ്ടാവുള്ളൂ, നമ്മൾ തീർന്നു പോവും. ഇതിൻ്റെ ഇടയ്ക്ക് ഈ പന്നി വരുന്നുണ്ടല്ല. എന്താ പോയി തന്നെ എലൈറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. നമുക്കെന്തായാലും ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ലാൻഡ് ആവണം. ഈ മേലമത്ത് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ഭാഗം ഇവിടുന്ന് മൈൻ ചെയ്ത് മാറ്റിയതിൻ്റെ ശേഷം നമുക്ക് നമ്മൾ ഐറ്റംസൊക്കെ ഇവിടെ തന്നെ കൊടുന്ന് വെക്കാം. നമുക്ക് ഇവിടുന്ന് തീർക്കാൻ പറ്റുന്ന മോബിനൊക്കെ ഇവിടുന്ന് തന്നെ തീർത്തിടാം. നമ്മളൊക്കെ ബോർഡുണ്ട്. കുറച്ച് മോബിനൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ തീർത്തിടാം. പക്ഷേ ഈ ബ്രൂട്ടിനൊക്കെ തീർത്തിട്ട് കാര്യമുണ്ടോ ഒക്കെ അറിയില്ല. അവന്മാരെ പിന്നെ സ്പോൺ ആവും തോന്നുന്നുണ്ട്. നമ്മളടുത്ത് നല്ല സ്പോൺ ആവും തോന്നുന്നുണ്ട്. അപ്പോൾ അവന്മാരെ തീർത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ഇവന്മാരെന്തായാലും തീർത്തിടാം. അങ്ങനെ നമുക്ക് കുറച്ച് ഫുഡും കിട്ടിക്കോളും ഇവന്മാരെ തീർക്കുമ്പോൾ. പോച്ചപ്പ് നല്ല രീതിക്ക് ഇവന്മാരെ കൊല്ലുമ്പോൾ കിട്ടും. നമുക്ക് ഈ ബ്രെഡിനാട്ടി നല്ലത് പോച്ചപ്പാവും വരിക. പിന്നെ നമുക്ക് ഇപ്പോൾ സ്റ്റേക്ക് കൈക്ക് പിടിക്കാം. നമുക്ക് പെട്ടെന്ന് ഹെൽത്ത് കൂടണമെങ്കിൽ ബ്രെഡിനാട്ടി നല്ലത് സ്റ്റേക്ക് ആവും. അതുകൊണ്ട് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ആൾക്കാരെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അത് തീർക്കാൻ പറ്റുമോ നോക്കട്ടെ. നമ്മൾ ഈ ഏരിയ ഒന്ന് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മളെ ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ട് പോവാം. എല്ലാ ഐറ്റംസും നമുക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അഥവാ നമ്മൾ മരിക്കേണ്ടി വന്നാലോ അഥവാ ലാവയ്ക്കൊക്കെ വീഴേണ്ടി വന്നാൽ എല്ലാ ഐറ്റംസും നമുക്ക് പോവും. ആ ഭാഗത്തൊക്കെ ചെസ്റ്റ് ഇരിക്കുന്നുണ്ട്. അതിലൊക്കെ ചിലപ്പോൾ നമുക്ക് അപ്ഗ്രേഡ് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കി കണ്ടൊക്കെ ഒന്ന് ചെയ്യാം. ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഒരു പെട്ടിണ്ടാക്കിയതിൻ്റെ ശേഷം അതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഗാസിനെ കിട്ടിയ വെച്ചാൽ നമ്മൾ ട്രേഡ് ചെയ്തപ്പോൾ കിട്ടിയതാണ്, അവന്മാർ തന്നതാണ്. ഇത്രയും സംഭവങ്ങൾ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഒരു ഗോൾഡ് ഹെൽമെറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണ് പിഗ്ലിൻസ് നമ്മൾ അറ്റാക്ക് ചെയ്താതിരിക്കാൻ വേണ്ടിയിട്ട് ഗോൾഡിൻ്റെ ഹെൽമെറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതെന്തായാലും ഇപ്പോൾ യൂസ് ചെയ്യുക. നമ്മൾ അഥവാ ലാവിലൊക്കെ പോയി വീണാൽ എന്തായാലും ഉപകാരപ്പെടും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി വേറെ കാര്യങ്ങളൊന്നും നമ്മൾ എടുക്കാനില്ല. അപ്പോൾ നേരെ നമുക്ക് ഇറങ്ങി കൊടുക്കാം. ഇവിടെ തന്നെ നമുക്ക് കണ്ട് ചാടി കൊടുക്കാം. നമുക്ക് ഫെദർ ഫാളിങ് ഉണ്ടായതുകൊണ്ട് ഡാമേജ് ഒന്നും എടുക്കേണ്ടതല്ല. നമുക്ക് എന്തായാലും 1.5 ഹാർട്ടേ കുറഞ്ഞിട്ടുള്ളൂ. ഒരു വിഷയമുള്ള കാര്യമില്ല. നമ്മൾ നോക്കി കണ്ടൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ എപ്പോൾ മരിച്ചെന്ന് ചോദിച്ചാൽ മതി. ഇവന്മാരും നോക്കണം. അതുപോലെ തന്നെ നമുക്ക് ഗ്രൂട്ടിനെ നോക്കണം. ഇതിൽ നമുക്കൊരു ശവലുണ്ട്. വേറെ ഒന്നും കാണാനില്ല. ഇവന്മാർ ഇവിടെ ഇവിടുന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട്.
ശവല് നമുക്ക് എടുക്കണമെങ്കിൽ എടുക്കാം, പക്ഷെ നമുക്ക് ആവശ്യമില്ല ശവല്. ഇവന്മാർ പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടാക്കണില്ല. പക്ഷെ നമുക്ക് ബ്രൂട്ടിനെ ശ്രദ്ധിക്കണം, ഇവന്മാരെ ശ്രദ്ധിക്കണം. ഇവന്മാർ നല്ല രീതിക്ക് ഡേഞ്ചറാണ്. പക്ഷെ ഇവന്മാരെ അടിക്കണതും മറ്റോല് കാണാൻ പാടില്ല. അഥവാ ബ്രൂട്ടിനെ അടിക്കണത് നമ്മളെ പിഗ്ലിൻസ് കണ്ടാൽ അവന്മാർ നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്യുന്നു തോന്നുന്നുണ്ട്. ഇവനെ ഇവിടെ നിന്ന് റേസ് ആവണമില്ല. നമുക്ക് എന്തായാലും അമ്പറ്റനെ കൊല്ലാം. അപ്പോൾ ബ്രൂട്ടിനെ കൊല്ലണത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എന്തായാലും ലാവ കൊണ്ടുവരാം. ലാവ എടുത്ത് കണ്ട് അവനൊക്കെ ബ്ലോക്കിൽ വെച്ച് വെച്ചാൽ മതി. അതാണ് ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ള മാർഗ്ഗം. അങ്ങനെ അവന്മാർ ചത്തോളും. അങ്ങനെ ആകുമ്പോൾ ബ്രൂട്ടിനെ കൊല്ലണത് പിഗ്ലിൻസ് കാണൂല. അപ്പോൾ നമ്മളെ അവന്മാരെ അറ്റാക്ക് ചെയ്യില്ല. പിന്നെ ഈ പന്നി പോലത്തെ സാധനം ഉണ്ടല്ലോ, അവന്മാരെയും ആ ലാവ വെച്ച് വെച്ചാൽ മതി. അവന്മാരെ പേര് മറന്നുപോയി. നമുക്ക് നേരെ താഴത്തേക്ക് ഇറങ്ങിയതിൻ്റെ ശേഷം നമുക്ക് ലാവ എടുക്കാം. നമ്മുടെ കയ്യിലൊരു വാട്ടർ ബക്കറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ലാവ എടുത്തിട്ടുണ്ടാ. നമ്മളെ കയ്യിലുള്ള വാട്ടർ ഇവിടെ വേണമെങ്കിൽ ഒഴിച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് ലാവ എടുക്കാം. ഇനി നമുക്ക് മെല്ലെ ഇതിൻ്റെ അകത്തേക്ക് കയറണം. എന്നിട്ട് ഏതെങ്കിലും ചെസ്റ്റിൽ നമുക്ക് വേണ്ട ഐറ്റംസ് ഉണ്ടോ എന്ന് നോക്കണം. അതിൻ്റെ കൂടെ തന്നെ ഇവന്മാരെ ഒന്ന് ശ്രദ്ധിക്കണം. ഇവന്മാരെ കുട്ടികളെയും ശ്രദ്ധിക്കണം. ഇവന്മാരെ കുട്ടികളെ നമ്മൾ അറ്റാക്ക് ചെയ്യും. പക്ഷേ ഒരിക്കൽ അറ്റാക്ക് ചെയ്താൽ നമ്മൾ തിരിച്ചെന്തെങ്കിലും ചെയ്താൽ അവന്മാർ ഓടിപ്പോവും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വരുള്ളൂ. അങ്ങനെ നമുക്ക് അടുത്ത ചെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിലെന്തൊക്കെയുണ്ടെന്ന് നോക്കാം. എന്തെങ്കിലും അയ്യോ, ഒരു ഏഷ്യൻ ടിപ്പിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കെന്തായാലും ബെഡ് മൈനിന് പോണതിന് മുന്നേ തന്നെ നമുക്ക് ഏഷ്യൻ ടിപ്പിന് കിട്ടി. എന്തായാലും നല്ലൊരു കാര്യമാണ്. നമ്മുടെ കയ്യിൽ കഴിഞ്ഞ് കുറച്ച് ഗോൾഡ് ഉണ്ട്, ഇവന് ഇട്ട് കൊടുക്കാം. ഇവനെന്തെങ്കിലും നല്ല ട്രേഡ് വന്നാൽ നമുക്ക് യൂസ് ആവും. പിന്നെ നമുക്ക് ഈ ഭാഗം ഒന്ന് കവർ ചെയ്ത് വെക്കാം. ഇപ്പോൾ ആരെങ്കിലും കയറി വന്നാൽ പ്രശ്നമാവും. നമുക്ക് ഈ ഭാഗത്തുനിന്ന് ഒരു ഗോൾഡ് ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്തായാലും നമുക്ക് യൂസ് ആവും എന്തെങ്കിലും ട്രേഡ് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവൻ കുറേ നേരമായി ലാവിൽ നിൽക്കണ്, എന്നിട്ടും ഇവൻ ചാവില്ല. അത്രക്കും ഹെൽത്താണ് ഇവന്മാർക്കുള്ളത്. ഇനി എന്തായാലും ഇവന്മാർ നോക്കി നിൽക്കൂല വെറുതെ. അവന്മാരെ കൊല്ലണ കണ്ടാൽ ഇവന്മാരെന്തെങ്കിലും നമ്മൾ അറ്റാക്ക് ചെയ്യും. ഗോൾഡ് ഇട്ടിട്ടും കാര്യമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഹെൽമെറ്റ് മാറ്റി കൊടുക്കാം. വെറുതെ നമുക്ക് ഡാമേജ് എടുക്കും അല്ലെങ്കിൽ. അതുകൊണ്ട് ഇനി ഇവന്മാരൊക്കെ നമുക്ക് തീർക്കാം. ഇനി നമുക്ക് ഈ ഏരിയക്കകത്ത് നിന്ന് പോവാം. ഈ ഭാഗത്ത് വേറെ ചെസ്റ്റും കാര്യങ്ങളൊന്നും കാണാനുമില്ല. അതുപോലെ തന്നെ നമുക്ക് അപ്ഗ്രേഡ് കിട്ടിയതുമില്ല. നമുക്കൊരു ഏഷ്യൻ ടിബി കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഈ പെട്ടിയിൽ തന്നെ വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതിൽ നിന്ന് എടുക്കാം. നമുക്ക് ആവശ്യമുള്ള ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബാസ്റ്റ്യം കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെ അടുത്ത കുറേ ടൈമിൻ്റെ ശേഷം നമുക്ക് അടുത്ത ബാസ്റ്റ്യം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തു നിന്ന് ഏതെങ്കിലും ചെസ്റ്റിൽ നിന്ന് നമുക്ക് അപ്ഗ്രേഡ് കിട്ടുമോ നോക്കട്ടെ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് കയറട്ടെ ഞാൻ. അങ്ങനെ നമ്മളൊരു സൈഡിലെത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് കയറണം. അതിന് നമുക്ക് ഈ ബ്ലോക്ക് ഒന്ന് അയ്യോ ഡേയ് മാറടേ. ബ്ലോക്ക് വെച്ചൊന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇഷ്ടം പോലെ മോബുണ്ട്. അവന്മാരൊക്കെ ഒന്ന് തീർത്തിട്ട് വേണം ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ട്. അവന്മാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്നിട്ട് നമുക്ക് തീർക്കാം അവന്മാരെ. ഈ ഏരിയ ഒന്ന് ക്ലീനാക്കി വെക്കാം. അല്ലെങ്കിൽ ഇവന്മാരെ ഇവിടെ നിന്ന് ചാടി വരെ പറയാൻ പറ്റില്ല. ചിലപ്പം തലേക്കൊക്കെ ഒന്ന് ചാടും. ഇതുപോലെ ഒന്ന് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ലാവക്കറ്റ് വെച്ച് കൊടുക്കാം. ഇവനൊന്ന് ചാവാത്ത്. താഴെ ഭാഗത്ത് എല്ലായിടത്തും ഇവന്മാർ വന്ന് നിൽക്കുന്നുണ്ട്. നമ്മളെ ലാവ ഒഴിച്ചെന്ന് അവനെ കൊന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇവന്മാരെ ഒന്ന് തീർക്കട്ടെ. അവന്മാരെല്ലാത്തിനും തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെല്ലെ ഇറങ്ങി നോക്കാം. ഈ ഭാഗത്തൊരു 2 ചെസ്റ്റ് ഇരിക്കുന്നുണ്ട്. നമുക്ക് ഈ ഭാഗമൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് പോവാം. പെട്ടെന്ന് തന്നെ കയറി ചെന്ന് കൊടുത്താൽ എന്തായാലും തീരുമാനമാവും ഉണ്ടാവും. ഇതവർ തന്നെ ഓടി വരുന്നുണ്ട്. നേരത്തെ പോലെ തന്നെ ബ്ലോക്ക് വെച്ച് കവർ ചെയ്യാം. ഇനി ഇവിടെ നിന്നിട്ട് ഇവനെ തീർക്കാം. ഇവന്മാർ പെട്ടെന്ന് ചത്ത് കിട്ടിക്കോളും. പക്ഷേ ബ്രൂട്ടിനെ തീർക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഇതുപോലെ ഒന്ന് ആക്കി വെക്കാം. നമുക്ക് കുറച്ച് ലൈറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ആരോ ഇടുമ്പോൾ കുറച്ച് ലൈറ്റ് കിട്ടിക്കോളും. ഇനി നമുക്കിങ്ങനെ ഇറങ്ങി പോകുന്ന ഭാഗത്തൊക്കെ നമുക്കിതുപോലെ ബ്ലോക്ക് വെച്ചിട്ട് ഇറങ്ങി പോവാം. അല്ലെങ്കിൽ ഇവന്മാർ കുറച്ച് ഡേഞ്ചറാണ്. എല്ലാവരും കൂടി വന്നാൽ നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്തിട്ടതിൻ്റെ ശേഷം നമുക്ക് പെട്ടികൾ തുറക്കാം. അല്ലെങ്കിൽ ഇവന്മാരെ അറ്റാക്ക് ചെയ്യും. നമുക്ക് നേരെ ഇനി 2 ബ്ലോക്ക് താഴത്തേക്ക് മൈൻ ചെയ്തതിന് ശേഷം നമുക്ക് ബ്ലോക്ക് വെച്ചൊന്ന് കവർ ചെയ്തിട്ട് നമുക്ക് ഈ പെട്ടി തുറക്കാം. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. നമുക്കപ്പോൾ കുറച്ചുകൂടി സിമ്പിളായി. അതുപോലെ തന്നെ നമുക്ക് മ്യൂസിക് അയ്യോ പിക് സ്റ്റെപ്പ്. ഇത് ഒടുക്കത്തെ റെയറാണ് കിട്ടാനുള്ളത്. എന്ന് വെച്ചാൽ ഒരു 5 ചാൻസൊക്കെ ഉള്ളത് കിട്ടാനുള്ളത്. എന്തായാലും നമുക്ക് ഇതും കിട്ടിയിട്ടുണ്ട്. നമുക്ക് അധികം ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും കളക്ഷനൊക്കെ തുടങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് സാധനം.
ഷൾക്കർ ബോക്സിൽ നിന്ന് കുറച്ച് ഐറ്റംസൊക്കെ മാറ്റിയതിൻ്റെ ശേഷം ഇതിൽ തന്നെ ആക്കി വെക്കട്ടെ, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം. അതങ്ങനെ നമ്മൾ ഷൾക്കർ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പെട്ടിയും കൂടി ഉണ്ട് തൊട്ടതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കണേ. ഇതിൽ നമുക്കൊരു പിക്കാസ് കിട്ടിയിട്ടുണ്ട്, മെൻഡിങ്ങും ഉണ്ട് ഇതിൽ തന്നെ. എന്തായാലും നമുക്ക് എടുക്കാം. അപ്പോൾ ഇനി വേറെ ഏതെങ്കിലും പെട്ടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ. നമുക്ക് തന്നെ അടുത്ത പെട്ടിയിൽ നിന്ന് പിന്നെ ഒരു ഡിബരി കൂടി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ 2 ഡിബരി നമുക്ക് കിട്ടി. താഴെ ഭാഗത്ത് ഒരു പെട്ടി കൂടി ഇരിക്കുന്നുണ്ട്, ഇതിൽ നമുക്ക് ഗോൾഡ്. അതുപോലെ തന്നെ നമുക്കൊരു ഡിബരി കൂടി ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മളതിനെ കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതും തന്നെ അത്ര വലുതൊന്നുമല്ല, ഇതിൻ്റെ ഉള്ളിലധികം ചെസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. ഇതൊന്ന് മഴയാണോ ഇവന്മാർ ഇങ്ങനെ ഒന്ന് ചാടുന്നു? നമുക്ക് ഇവിടെ നിൽക്കണ അത്ര നല്ലതല്ല, ഡേഞ്ചറാണ്. ഇവന്മാർ എല്ലാവരും കൂടി നമ്മളെ കാര്യത്തിലൊരു തീരുമാനമാക്കും, അതിന് പിന്നെ നമുക്ക് രക്ഷപ്പെടാം. ഇവന്മാരെല്ലാവരും കൂടി ഇവിടെ കൂടിയിരിക്കണ്, മൊത്തത്തിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അയ്യോ 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 അയ്യോ, ഞങ്ങൾ ടോട്ടൽ എന്തായാലും ഇപ്പോൾ പൊട്ടും. 37 സെക്കൻഡ് ഉണ്ട്, അതിന് മുന്നേ നമുക്ക് അങ്ങനെ രക്ഷപ്പെടണം. എലൈറ്റർ ഉപയോഗിച്ച് നമുക്ക് രക്ഷപ്പെടാം, പക്ഷേ എവിടെയെങ്കിലും പോയിക്കാണ്ട് തട്ടിയാൽ നമ്മളപ്പോൾ തന്നെ മരിക്കും. നമ്മളെ കയ്യിൽ കഴിഞ്ഞാൽ വേറെ ടോട്ടും കാര്യങ്ങളൊന്നും ഇല്ല തോന്നുന്നുണ്ട്. ഈ ഭാഗത്ത് ഇവന്മാർ നിൽക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെയും ഇവിടെ കയറാൻ പറ്റുമോ നോക്കണം. നമ്മളെ ഹെൽത്ത് അങ്ങനെ നമ്മൾ കയറിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാം, ഇവിടെ നിൽക്കുന്നത് ഡേഞ്ചറാണ്. ഔ, ഇപ്പോഴൊന്ന് സമാധാനമായി. നമ്മളെ ഫയർ റെസിസ്റ്റൻ്റ് പോവുകയും ചെയ്ത്. ഇനി നോക്കി കണ്ടും ചെയ്യണം. നമ്മളെ കയ്യിൽ വേറെ ടോട്ടും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് പോകണം. നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോയതിൻ്റെ ശേഷം നമുക്ക് ബെഡ് മൈനിങ് തുടങ്ങാം. നമുക്ക് ഒരു 2-3 ടോട്ടും കൂടി എടുത്തുകൊണ്ടിരണം. 2 കൂടി നമ്മളെ വീട്ടിലുള്ളൂ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി ഞാൻ മേലത്തെ ചെസ്റ്റിലാണ് ടോട്ടും കാര്യങ്ങളൊക്കെ വെക്കൽ, റയർ പെട്ടിയിൽ. ഇനി നമുക്ക് ആ ഭാഗത്ത് പോയി നോക്കുമ്പോൾ ഏകദേശം 4 ടോട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരു 3 കയ്യിൽ പിടിക്കാം. ഇനി ബാക്കി ഒരു ടോട്ടം കൂടി ഉള്ളൂ, അതെന്തായാലും അത്യാവശ്യത്തിന് അതിലിരുന്നോട്ടെ. ഇനി നമുക്ക് കിട്ടിയ മ്യൂസിക് ഡിസ്കും അതുപോലെ തന്നെ ഡിബരിയും അപ്ഗ്രേഡൊക്കെ ഈ പെട്ടിയിൽ കൊടുന്ന് വെക്കാം. അത് കുറച്ച് റയർ ആയ സംഭവങ്ങളായതുകൊണ്ട് വെറുതെ ഇനി നെതർക്കുണ്ടെങ്കിൽ കളയേണ്ട ആവശ്യമില്ല, അവിടെ ഇവിടെ തന്നെ ഇരിക്കട്ടത്. ഇനി നമ്മൾ നെതർക്ക് തന്നെ പോവുകയാണ് ബെഡ് മൈനിങ്ങിന് വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് മൈനിങ് ചെയ്യാൻ പോണത്, നമ്മളെ പോർട്ടലിൻ്റെ അടുത്ത് തന്നെയാണ് ഇത്. അപ്പോൾ നമുക്ക് വൈ ലെവൽ 15 വരെ നമുക്ക് മൈൻ ചെയ്ത് പോകണം. അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. നമ്മളങ്ങനെ വൈ ലെവൽ 15 എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡത്തെ ഭാഗങ്ങളൊക്കെ ഒന്ന് മൈൻ ചെയ്ത് മാറ്റി കൊടുക്കാം, നമുക്ക് ചെസ്റ്റും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് സെറ്റ് ചെയ്യട്ടെ. അതായത് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാം. അപ്പോൾ നമ്മളൊരു ഏരിയ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഷൾക്കർ ബോക്സും ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. മേലത്തെ ബ്ലോക്ക് ഒന്ന് മാറ്റി കൊടുക്കുക, എന്നാലേ നമുക്ക് ഈ പെട്ടി തുറക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ബെഡ് ക്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങാം. അതിന് നമുക്ക് കുറച്ച് വുഡും അതുപോലെ തന്നെ നമുക്ക് വൂളും ഇതിൽ നിന്ന് എടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ബെഡ് ക്രാഫ്റ്റ് ചെയ്യാം. നമ്മൾ കുറച്ചൊന്നുമല്ല, കുറച്ചധികം തന്നെ ക്രാഫ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് ക്രാഫ്റ്റ് ചെയ്തൊക്കെ നമുക്ക് ഈ ചെസ്റ്റിൽ ബാക്കി വെക്കാം. ഏകദേശം ഒരു 3 ചെസ്റ്റ് നമുക്ക് നിറച്ച് വെക്കാം. എന്തായാലും അത്രയും തോന്നെ നമുക്ക് ആവശ്യം വരേണ്ടതാണ്. അതിന് മുന്നേ കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്കും പോവാം. നമ്മളങ്ങനെ 3 ഡബിൾ ചെസ്റ്റ് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ ഫുള്ളുണ്ട്, ഇതിൽ ഫുള്ളുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കുറച്ചുകൂടി ഫില്ല് ചെയ്യാനുള്ളൂ, ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ കയ്യിൽ ഒരു ടോട്ടം കൂടി ഉണ്ട്, എക്സ്ട്രാ വെച്ചിട്ടുണ്ട് എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ബെഡ് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ളത്. ഇനി നമുക്ക് മൈനിങ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്ഥലം എന്തായാലും പിക്ക് ചെയ്യാം, ഈ ഒരു ഏരിയ പിക്ക് ചെയ്യാം. പിന്നെ നമുക്ക് നേരെ കുറച്ചധികം മൈൻ ചെയ്ത് പോകണം. അങ്ങനെ നമ്മൾ കുറച്ച് മൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ലാവയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ബെഡ് വെച്ച് മൈൻ ചെയ്തതിൽ തുടങ്ങാം. ഫസ്റ്റ് ടൈം ആയിട്ട് ഒരു സൈഡൊക്കെ ഇതുപോലെ ഒന്ന് മൈൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് താഴെ ഭാഗത്ത് മൈൻ ചെയ്തതിന് ശേഷം ആ ബ്ലോക്കിൽ നമുക്ക് ബെഡ് വെക്കാം. ഇവിടെ നിന്നിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റണില്ല, മേലെ വെക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് കാര്യമില്ല. നമുക്ക് ഈ ബ്ലോക്ക് ഇവിടെ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ബെഡ് എടുക്കാം. നമ്മളെ കയ്യിൽ ഫുള്ള് സാധനമായതുകൊണ്ടാണ് ബെഡ് കിട്ടാത്തത്. അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബ്ലോക്ക് വിട്ടതിന് ശേഷം ഇതുപോലെ അങ്ങനെ വെച്ച് കൊടുക്കാം. മുന്നിൽ ബ്ലോക്ക് വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ഡാമേജ് എടുക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ഈ തീയൊക്കെ ഒന്ന് അണച്ച് നോക്കണം, എന്നാലാണ് അതിൻ്റെ അടിയിൽ ചിലപ്പോൾ ഡിബിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ ഈ ഭാഗത്ത് വേറെ ഒന്നും കാണണമെന്നില്ല. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് നമ്മൾ മൈൻ ചെയ്യാൻ പോവുകയാണ്. ഇപ്രാവശ്യം പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടൊന്നുമില്ല, വേറെ ഒന്നും കാണാനൊന്നുമില്ല. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം.
അടുത്തത് അങ്ങനെ മൈൻ ചെയ്തിട്ടുണ്ട്. ഏരിയയിൽ ഫുൾ ലാവയാണ്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കാണാനൊന്നുമില്ല. ഈ ലാവ ഒന്ന് അടച്ചു നോക്കാം നമുക്ക്. ചിലപ്പോൾ ഈ ലാവൻ്റെ അടിയിലൊക്കെ സ്പോൺ ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ഏരിയയിൽ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അപ്പോൾ ഞാൻ ഇനി ഇതുപോലെ കുറച്ച് ചെയ്യട്ടെ. ഞാൻ കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യണ്ടേ. നമ്മളങ്ങനെ മൈൻ ചെയ്ത് നമ്മളെ ബേസിനോട് എത്തി തുടങ്ങി. ഈ ഭാഗത്തു നിന്നപ്പോൾ ഏഷ്യൻ ഡിബ്രി ഒന്നും കിട്ടിയതൊന്നുമില്ല. അപ്പോൾ നമ്മൾ അടുത്ത ബെഡ് മൈനിങ് തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി താഴ്ചയിലാണുള്ളത്. ഏകദേശം ബെഡ് റോക്കിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് നമ്മൾ ഇപ്പോൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കതിൻ്റെ ഫസ്റ്റത്തെ ഏഷ്യൻ ഡിബ്രി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ടൈമായി മൈൻ ചെയ്ത് തുടങ്ങിയിട്ട്. പക്ഷേ ഇപ്പോഴാണ് ഒന്ന് കിട്ടുന്നത്. ഏകദേശം 3 ഉണ്ട് ഇവിടെ തോന്നുന്നത്. എന്തായാലും നമുക്ക് മൈൻ ചെയ്തെടുക്കാം. നമ്മൾ മൈൻ ചെയ്ത് കണ്ടുള്ള ഫസ്റ്റത്തെയാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ നമുക്ക് ഇത് മുന്നേ കിട്ടി. നമ്മൾ ബാസ്റ്റർ റൈഡായി പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പെട്ടിയിലിരിക്കണേ. നമുക്ക് അങ്ങനെ 3 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മൈൻ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് മൈൻ ചെയ്തെടുക്കാൻ പറ്റില്ല. കുറച്ച് ഹാർഡായ ബ്ലോക്കാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടുന്ന് 3 കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുറേ ടൈമായി. എന്തായാലും നമുക്ക് 3 കിട്ടി. വേറെ ഏരിയക്കത്തൊന്നും കാണാനൊന്നുമില്ല. അപ്പം ഇനി നമുക്ക് അടുത്ത് മൈൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ മൈൻ ചെയ്ത് നമ്മളെ ചെസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ച് ആ ഭാഗത്ത് എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഏരിയയിൽ മൈൻ ചെയ്യാം. അതിന് മുന്നേ നമുക്ക് കുറച്ചുകൂടി ബെഡ് എടുത്തോണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏഷ്യൻ ഡിബ്രി നമുക്ക് ഈ പെട്ടിയിൽ വെച്ചിട്ട് പോവാം. അപ്പോൾ ഇനി മൈൻ ചെയ്യാൻ പോകുന്നത് വൈ ലെവൽ 10ലാണ്. ഇനി നമ്മൾ നേരത്തെ ഒക്കെ ചെയ്തപ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് മൈൻ ചെയ്തതിന് ശേഷം ബെഡ് വെച്ച് കണ്ട് നമുക്ക് മൈൻ ചെയ്യൽ തുടങ്ങാം. ഈ ഭാഗത്ത് ലാവ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്ലോക്ക് ചെയ്തതിന് ശേഷം ഈ ഭാഗത്ത് ഇതുപോലെ ബെഡ് വെച്ച് നമുക്ക് പൊട്ടിക്കൽ തുടങ്ങാം. അപ്പോൾ ഞാൻ ഇനി എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. അതങ്ങനെ നമുക്ക് കുറേ ടൈമിന് ശേഷം 16 കിട്ടിയിട്ടുണ്ട്. ഇനി അധികം നേരം ഇവിടെ മൈൻ ചെയ്തുകൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളെ ആർമറും ടൂൾസൊക്കെ ഏകദേശം പൊട്ടാനായിട്ടുണ്ട്. നമ്മൾ പിക്കാസ് പൊട്ടാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ബേസിക് പോയിട്ട് ഇതൊന്ന് മെൻറ്റ് ചെയ്ത് കൊണ്ടുവരാം. ഇവന്മാരെ കയ്യിൽ നിന്ന് കുറച്ച് എമറാൾഡ് വാങ്ങിയാൽ മതി. അയൺ കൊടുത്ത് കണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മെൻറ്റ് ആയി കിട്ടിക്കോളും നമ്മൾ ഐറ്റംസ്. അതങ്ങനെ കംപ്ലീറ്റ് നമ്മൾ മെൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നെതർക്ക് പോവാം. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ മൈനിങ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് ടൈമിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഏഷ്യൻ ഡിബ്രി കിട്ടിയിട്ടുണ്ട്. ഏകദേശം 43 കിട്ടിയിട്ടുണ്ട്. നമ്മളെ കംപ്ലീറ്റ് ആർമറും ടൂൾസിനൊക്കെ ഇതന്നെ മതിയാവും. ഇനി കുറേ വൂളും കാര്യങ്ങളൊക്കെ ഈ പെട്ടിയിൽ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഷൾക്കർ ബോക്സ് ഒഴിവാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ചെസ്റ്റിലാക്കി വെക്കാം. ഈ വൂളും കാര്യങ്ങളൊക്കെ ഷൾക്കർ ബോക്സ് നമുക്ക് കൊണ്ടുപോവാം. ഇത്രയും സംഭവങ്ങൾ നമുക്ക് ബാക്കിയായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ബെഡ് തന്നെ നമുക്ക് ആവശ്യം വന്നിട്ടുള്ളൂ. ഏകദേശം ഒരു 4 ഡബിൾ ചെസ്റ്റ് ബെഡിൻ്റെ ആവശ്യം നമുക്ക് വന്നിട്ടുള്ളൂ. ഷൾക്കർ ബോക്സ് നമ്മൾ കാലിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോവാം. ഇവിടുന്ന് വേറെ സംഭവങ്ങളൊന്നും നമുക്ക് എടുക്കാനില്ല. ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഷൾക്കർ ബോക്സും സാധനങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഡിബ്രി ഒന്ന് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. കുറച്ച് ഇതിലും വെക്കാം, അതുപോലെ തന്നെ കുറച്ച് ഇതിലും വെക്കാം. എന്നാൽ പെട്ടെന്നായി കിട്ടിക്കോളും. ആ ടൈം കൊണ്ട് നമുക്ക് കുറച്ച് ഗോൾഡ് ഒപ്പിക്കണം. നമ്മളെ കയ്യിലിപ്പോൾ കുറച്ച് ഗോൾഡേ ഉള്ളൂ. ഞാൻ പെട്ടികൾക്കത്തൊക്കെ നോക്കട്ടെ എത്ര കിട്ടും എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഡയമണ്ടിൻ്റെ ആവശ്യമുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് ഈ അപ്ഗ്രേഡ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് 3 ഡിബ്രിയും കൂടി നമുക്ക് ആദ്യം കിട്ടിയിരുന്നത്. ഇതും കൂടി നമുക്ക് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഡയമണ്ട് കുറച്ച് നമ്മളെ മേലത്തെ പെട്ടിയിലിരിക്കുന്നുണ്ട്. ഏകദേശം 21 അതുപോലെ തന്നെ 22 ബ്ലോക്കും ഉണ്ട്. അത് നമുക്ക് ഫോർച്യൂൺ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ ഇവിടെ വെച്ചിട്ട് തന്നെ ഇതൊന്ന് ഫോർച്യൂൺ ചെയ്തെടുക്കട്ടെ. അതങ്ങനെ നമുക്ക് ടോട്ടൽ ഒരു സ്റ്റാക്കും അതുപോലെ തന്നെ 8 കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് മതിയാവും. അന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നോക്കട്ടെ. ഒരു അപ്ഗ്രേഡ് ഞാൻ പെട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഒന്നേ ഞാൻ കൈക്കെടുത്തിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇത് പോകേണ്ട വെച്ചിട്ടാണ്. നമ്മളെ കയ്യിലുള്ള ഡയമണ്ട് വെച്ചിട്ട് നമുക്ക് 11 കിട്ടിയിട്ടുണ്ട്. നമ്മളെ കംപ്ലീറ്റ് ആർമറും ടൂൾസിനും ഇതിൻ്റെ ധാരാളം ഉണ്ട്. ഇതുണ്ടാക്കിയ ടൈം കൊണ്ട് നമ്മളെ സ്ക്രാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്തിട്ട് നമുക്ക് നെതറൈറ്റ് ആക്കി മാറ്റണം. അതിന് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗോൾഡിൻ്റെ ആവശ്യമുണ്ട്. ഗോൾഡ് ഈ ഭാഗത്ത് ഇവിടെ പെട്ടിയിൽ കുറച്ച് ഉണ്ടായിരുന്നു. ഇവിടെ 5 ബ്ലോക്ക് ഇരിക്കുന്നുണ്ട്. ഇതിന് നമുക്ക് ആവശ്യത്തിനുള്ളത് ഉണ്ടാവും.
ഇനി നമുക്ക് കുറേ ടൈമിന് ശേഷം നെതറൈറ്റ് ക്രാഫ്റ്റ് ചെയ്യാം. അത് നമുക്ക് ഗോൾഡാക്കി മാറ്റത്. ഇനി നമുക്ക് നെതറൈറ്റ് ക്രാഫ്റ്റ് ചെയ്യാം. അങ്ങനെ 11 നെതറൈറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ റിച്ചായി ഈ വേൾഡിൽ. അതും 1-2 11 നെതറൈറ്റ് ഇങ്കട്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന് കൂടുതൽ റിച്ച് ആവാൻ ഞാൻ എന്താ ബാക്കി. ഇനി നമുക്ക് ഇതെടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവന്മാരുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ സ്മിത്തിൻ ടെംപ്ലേറ്റിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം ഐറ്റംസ് വെക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് ആർമർ കംപ്ലീറ്റ് ഊരിയെടുക്കാം. ഇനി നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. ഓരോന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ആദ്യം നമുക്ക് ചെസ്റ്റ് പ്ലേറ്റിൽ നിന്ന് തുടങ്ങാം. ഇനി നെതറൈറ്റ് വെക്കാം. അതുപോലെ തന്നെ നമ്മളെ അപ്ഗ്രേഡും വെച്ച് കൊടുത്താൽ നമുക്കിതുപോലെ ഇങ്ങനെ ക്രാഫ്റ്റ് ആയി കിട്ടും. ഇനിയൊക്കെ ഇങ്ങനെ പെട്ടെന്നൊന്ന് ചെയ്തെടുക്കട്ടെ. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആർമറും നെതറൈറ്റ് ആക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി അധികം ഡാമേജും കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കില്ല. അതൊന്നുകൂടി നല്ലതാണ് നമുക്ക്. ഇനി ഇത് പെട്ടെന്ന് പൊട്ടിപ്പോവില്ല. അതുപോലെ തന്നെ നമുക്ക് കുറേ കാലം ഇതിങ്ങനെ ഇട്ട് നിൽക്കാൻ പറ്റും. ഇനി നമുക്ക് 7 കൂടി ബാക്കിയുണ്ട്. അത് നമ്മൾ കംപ്ലീറ്റ് ടൂൾസിനും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ടൂൾസും തന്നെ ഒന്നും കൂടി എഫിഷ്യൻസി ആവും ഇത് ആഡ് ചെയ്ത് കൊടുത്താൽ. അങ്ങനെ നമ്മൾ സ്പിയറും നെതറൈറ്റ് ആക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ് നമ്മുടെ കയ്യിലുള്ള ഐറ്റംസും നമ്മൾ സ്പിയർ ആക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആർമറും ടൂൾസും നെതറൈറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനി ഒന്നും കൂടി ബാക്കിയുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഹോയും കൂടി ഒന്ന് ക്രാഫ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നെതറൈറ്റ് ആക്കി മാറ്റാം. അതുപോലെ തന്നെ നമ്മളെ ഐറ്റംസൊക്കെ ഒന്ന് മെൻഡ് ചെയ്തെടുക്കണം. എന്നാൽ കാണാൻ ഒന്നും കൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അങ്ങനെ നമ്മളെ പുതിയ ഹോളിൽ കംപ്ലീറ്റ് എൻജൻമെൻറ്റ് ചേർക്കാൻ പോവുകയാണ്. ലാസ്റ്റത്തെ എൻജൻറ്റും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നെതറൈറ്റ് ആക്കി മാറ്റിയെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ കംപ്ലീറ്റ് മെൻഡ് ചെയ്തെടുത്തിരിക്കണേ. നമ്മളെ ടൂൾസും അതുപോലെ തന്നെ നമ്മളെ ഹാർമറും കംപ്ലീറ്റ് മെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ ഹോയും കൂടി നമുക്ക് നെതറൈറ്റ് ആക്കി മാറ്റിയെടുക്കാം. പിന്നെ ഈ പിക്കാസ് മാറ്റി വെച്ചാൽ ഇത് മെൻഡിങ് മാത്രമുള്ളതാണ്. നമ്മൾ 2 പിക്കാസ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഹോയും കൂടി നമ്മൾ നെതറൈറ്റ് ആക്കി മാറ്റി. അതിനുള്ള അച്ചീവ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളെ സ്പിയറും അതുപോലെ തന്നെ ഹോയും കുറച്ചും കൂടി ഒന്ന് മെൻഡാവാണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് മെൻഡ് ചെയ്തെടുക്കട്ടെ. ഇവന്മാരെ കൂട്ടത്തിൽ എവിടെ വെച്ച് 2 ആൾക്കാരുണ്ട്. നമുക്ക് എസ്പിൻ്റെ ബോട്ടിൽ നിന്ന ആൾക്കാർ. ഇവന്മാരെ കയ്യിൽ നമുക്ക് കുറച്ച് ഇത് വാങ്ങി വെക്കാം. ഇനി നമുക്ക് മേലേക്ക് കയറാം. ഏകദേശം നൈറ്റായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കെന്തായാലും ഇതൊന്ന് മെൻഡ് ചെയ്തെടുക്കാം. ഈ ഡോറ് നടക്കട്ടെ, അല്ല സോംബി പോയി ചാടും. ഇനി ഇതൊന്ന് മെൻഡ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് 2 വലിച്ചെറിഞ്ഞതിന് ശേഷം നമുക്ക് സ്പിയറും അതുപോലെ തന്നെ നമുക്ക് ഹോയാണ് ഇനി മെൻഡ് ചെയ്യാനുള്ളത്. ഇപ്പോൾ കംപ്ലീറ്റ് മെൻഡായും ചെയ്ത് അതുപോലെ തന്നെ കംപ്ലീറ്റ് നെതറൈറ്റും ആണ്. ഇനി പെട്ടെന്ന് നമുക്ക് പോയി ഉറങ്ങി വെച്ചിട്ട് വരാം. നൈറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കംപ്ലീറ്റ് ആർമറും ടൂൾസും നെതറൈറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളപ്പോൾ ഹോട്ട് ബാർ കണ്ടാലറിയാം നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മളെ ടൂൾസൊക്കെ കംപ്ലീറ്റ് നെതറൈറ്റും ആണ്. അതുപോലെ ഫുള്ള് മെൻഡായിരിക്കണോണ്ടും കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.